കാസർഗോഡിലേക്ക് ഞാൻ 10 മിനിറ്റ് കൊണ്ടെത്തി, 15 മിനിറ്റ് കൊണ്ടെത്തി. എത്തി, ശരിയാണ്. 1ഉം 2ഉം തവണ എത്തി. ആക്സിഡന്റായി മരിച്ചുപോയ ആളുകളൊക്കെ 1ഉം 2ഉം 3ഉം തവണ എത്തിയവരാണ്. പക്ഷേ 4ാമത്തെ തവണ ആക്സിഡന്റിൽ പെടും, അല്ലെങ്കിൽ 5ാമത്തെ തവണ ആക്സിഡന്റ് വരും. നമ്മൾ ഒരു തവണ ഇങ്ങനെ 15 മിനിറ്റ് എത്തുമ്പോ ഞാൻ നല്ല ഉഷാറാണ്. ചങ്ങാതിമാരോടൊക്കെ പറയും, ഞാൻ 15 മിനിറ്റ് കൊണ്ടാണ് അങ്ങ് കാസർഗോഡ് എത്തിയത്. ശരിയാണ്. ഇപ്പൊ 2ാമത്തെ നാളെ എത്തും, മറ്റന്നാൾ എത്തും. പക്ഷെ 4ാമത്തെ തവണ ഇതാ എല്ലാവരും പെട്ടത് ഇങ്ങനെയാണ്. ആർക്കും ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടല്ല, ആർക്കും സ്പീഡ് കുറച്ചോ കൂട്ടിയോ പോകാൻ അറിയാഞ്ഞിട്ടല്ല. പടച്ചോന്റെ വിധിയാണ്. അല്ലാഹു നമ്മളൊക്കെ ആക്സിഡന്റിൽ നിന്ന് കാക്കുമാറാവട്ടെ. വണ്ടിയിൽ കയറുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു വണ്ടിയിൽ കയറി ആ ഒരു അപകടം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പടച്ചോനെ വരമേൽപ്പിച്ചിട്ടാ കയറുന്നത്, ഒരു അപകടം ഉണ്ടാവില്ല. വണ്ടിയിൽ കയറുമ്പോൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും ട്രെയിനാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും കയറുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് കയറാണ്. ومن يتوكل على الله فهو حسبه ومن يتوكل على الله فهو حسبه. ആരെങ്കിലും അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ പിന്നെ അവർക്ക് യാതൊരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. 100ൽ 110% വിശ്വസിക്കുക. ഖുർആനാണ്. നിങ്ങൾ ഏത് വിഷയത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് സഹായം വേണോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 140 സ്പീഡിൽ പോവാന്നല്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തവക്കൽതു അലല്ലാഹ് പടച്ചോൻ ഏൽപ്പിച്ചിട്ടുണ്ടാവല്ലോ, ഇനി അപകടം ഉണ്ടാവില്ല, അതല്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ തവക്കുലാക്കാറുണ്ട്, എങ്ങനെയാണ് നബിയെ തവക്കുലാക്കേണ്ടത്? ഞങ്ങളുടെ കൈകളിലുള്ള ഒട്ടകം കെട്ടിയിട്ടിട്ടാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്, അല്ല ഖൈറൂര് വിട്ടിട്ടാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? കേൾക്കുന്നുണ്ടോ? ഉറക്കം വരുന്നോ? നിങ്ങൾക്ക് ഉറക്കം വരുന്നോ? എണീറ്റിക്കണോ? മഞ്ഞൊക്കെ വീഴുന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമാപനാണ്. 11:15 ഇനി കുറേ ഞാൻ പോകില്ല, കുറച്ചേ പോകും. 12 മണിയാകുമ്പോൾ ചീരണി വാങ്ങിയിട്ട് നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അല്ല നബിയെ ഞങ്ങൾ തവക്കുലാക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒട്ടകമുണ്ട്, ആ ഒട്ടകം തൊഴുത്തിൽ നമ്മുടെ ആലയിൽ കെട്ടിയിട്ടിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയണോ, അല്ല ഞാൻ തൊഴുത്തിലൊന്നും കെട്ടിയിടുന്നില്ല, നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് നിർത്തി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നീ നിന്റെ തൊഴുത്തിൽ കെട്ടിയിട്ട ശേഷം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞേക്ക്. ആ വണ്ടിയെ, ആ വാഹനത്തെ, ആ ഒട്ടകത്തെ ഒരാളും കൊണ്ടുപോകൂല, അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ മാന്യമായിട്ട് പോവാണ്, 40 സ്പീഡിൽ 50 സ്പീഡിൽ ഇങ്ങനെ പോവാൻ. അങ്ങനെ പോയി നമ്മളെ ഭാഗം നോക്കി ഹോൺ അടിച്ച് സീറ്റ് ബെൽറ്റ് ധരിച്ച് ഹെൽമെറ്റ് ധരിച്ചു പോയി. എന്നാൽ അപകടം ഒരിക്കലും വരൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അടുത്തിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു ലോറി ഒരു ജംഗ്ഷനിലേക്ക് ഇടിച്ച് കയറി 7 വണ്ടികളാണ് കൂടിയായത്. അവിടെ ആരാണ് മരിച്ചെന്നറിയാം? ഒരു പാവം ഒരു ബൈക്കുകാരൻ. ആ ബൈക്കുകാരന് വണ്ടി ഇടിച്ചു, കുത്തി, എന്നിട്ട് വേറൊരു ഇന്നോവയിലേക്ക് ഇടിച്ചു, വേറൊരു ജീപ്പിലേക്ക് ഇടിച്ചു, എന്നിട്ട് അയാളെ മരിച്ചു പോയത്. അയാൾ നിരപരാധിയാണ്. ഇങ്ങനെ അപകടം വരാതിരിക്കാൻ നമ്മൾ അറിയാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാർ ഗൾഫിൽ നിന്ന് വരുന്നതാണോ പോകുന്നതാണോ എനിക്ക് സംശയമാണ്. ഇന്നോവയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടാങ്കർ ലോറി അവരുടെ ഇന്നോവയുടെ മുകളിലേക്ക് മറിഞ്ഞിട്ട് 4-5 ചെറുപ്പക്കാർ മരിച്ചിട്ട് വർഷങ്ങളായിട്ടില്ല. അങ്ങനൊരു അപകടം നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വണ്ടിയിൽ കയറിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് വണ്ടി കയറിയത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട, അല്ലാഹു നമ്മൾ സംരക്ഷിച്ചോളും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭീഷണങ്ങൾ അല്ലാഹു നൽകും.